കർക്കിടക മാസത്തിൽ ഭക്തജനങ്ങൾ നാലമ്പല ദർശനത്തിനായി കണ്ണൂർ ജില്ലയിലെ ഈ 4ഓളം ക്ഷേത്രങ്ങളിലാണ് അധികവും പോകുന്നത്. 1. നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം. 2. എളയാവൂർ ശ്രീ ഭരതസ്വാമി ക്ഷേത്രം. 3. പെരിഞ്ചേരി വിഷ്ണു ലക്ഷ്മണ ക്ഷേത്രം. 4. പായം മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രം. നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം. കർക്കിടക മാസത്തിൽ വടക്കൻ കേരളത്തിലെ പ്രശസ്തമായ നാലമ്പല തീർത്ഥാടനത്തിൻ്റെ ആരംഭസ്ഥാനം ഈ ക്ഷേത്രത്തിൽ നിന്നാണ്. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനും മട്ടന്നൂരിനും സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദിവസേനയുള്ള ദർശന സമയം രാവിലെ 5:30 മുതൽ 9:30 വരെയും വൈകുന്നേരം 5:30 മുതൽ 7:30 വരെയുമാണ്. എന്നാൽ ദീർഘിപ്പിച്ച ദർശന സമയമായിരിക്കും കർക്കിടക മാസങ്ങളിൽ. പ്രധാന വഴിപാടായി ഭക്തർ ഇവിടെ സമർപ്പിക്കുന്നത് പുഷ്പാഞ്ജലിയും നെയ്വിളക്കുമാണ്. കർക്കിടക മാസ നാളുകളിൽ വൈകിട്ട് 5-ന് രാമായണ പാരായണം നടക്കും. കർക്കിടകം 26-ന് മഹാഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം എന്നിവയും നടക്കും. ഇതാണ് എളയാവൂർ ഭരതക്ഷേത്രം. ഭരത സങ്കല്പത്തിലുള്ള മഹാവിഷ്ണു, ഭഗവതി എന്നീ ദേവചൈതന്യങ്ങളെ ആരാധിക്കുന്ന ക്ഷേത്രമാണ് എളയാവൂർ ഭരതക്ഷേത്രം. വനവാസം അനുഷ്ഠിക്കുന്ന ജ്യേഷ്ഠനായ ശ്രീരാമൻ്റെ പാദുകത്തെ രാജാവായി സങ്കല്പിച്ച് പൂജിച്ച് താപസവേഷധാരിയായി ജപമാലയും ധരിച്ച് രാജ്യം ഭരിച്ച ഭാരത സങ്കല്പത്തിലുള്ള മഹാവിഷ്ണു പ്രതിഷ്ഠയാണ് എളയാവൂരിലേത്. പ്രധാന പ്രതിഷ്ഠയായി ഭഗവതിയും ഉപപ്രതിഷ്ഠകളായി വെണ്ണ കയ്യിലേന്തിയ ഉണ്ണിക്കണ്ണനും, തൃക്കോത്തപ്പൻ, മഹാഗണപതി, നാഗദേവസ്ഥാനം, വിഷ്ണുമൂർത്തി എന്നിങ്ങനെ ഉപപ്രതിഷ്ഠകളും ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. പ്രധാന പ്രതിഷ്ഠയായി ഭഗവതി കൂടിയുള്ളതിനാൽ മീനമാസത്തിലെ പൂരം മഹോത്സവവും നവരാത്രി ആഘോഷവും ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളാണ്. കേരളത്തിൽ വളരെ അപൂർവമായി മാത്രമേ ശ്രീരാമ സഹോദരനായ ഭരതൻ താപസവേഷത്തിൽ ജപമാലയോടുകൂടിയ പ്രതിഷ്ഠയുള്ളൂ. നിത്യപൂജയുള്ള ക്ഷേത്രത്തിൽ പുലർച്ചെ 5:30-ക്ക് നട തുറക്കും. 11:30-ഓടെ നട അടച്ച ശേഷം വൈകിട്ട് 5 മണിക്ക് വീണ്ടും തുറക്കും. രാത്രി 8-നാണ് നട അടക്കുക. എല്ലാ ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഭദ്രകാളിക്ക് ഗുരുതിയും ഈ ക്ഷേത്രത്തിൽ നടക്കുന്നു. പെരിഞ്ചേരി വിഷ്ണു ലക്ഷ്മണ ക്ഷേത്രം. മട്ടന്നൂരിനടുത്ത് ഉരുവച്ചാലിൽ നിന്നും മണക്കായ് റോഡിൽ 2 കിലോമീറ്റർ അകലെയാണ് പെരിഞ്ചേരി വിഷ്ണു ലക്ഷ്മണ ക്ഷേത്രം. ലക്ഷ്മണ സങ്കല്പത്തിലുള്ള കിഴക്കോട്ട് ദർശനമായ വിഷ്ണു പ്രതിഷ്ഠയാണ് ഇവിടെ. 1000-ലേറെ വർഷം പഴക്കമുള്ള ക്ഷേത്രമാണെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്തായി വലിയ കുളവുമുണ്ട്. ത്രേതായുഗത്തിൽ രാമലക്ഷ്മണന്മാർ വനവാസകാലത്ത് ഇവിടെ എത്തിയതായാണ് ഐതിഹ്യം. മാരീചനെ തേടിപ്പോയ ശ്രീരാമൻ നീർവേലിയിലും സീതയ്ക്ക് കാവൽ നിൽക്കുന്ന രൗദ്രമൂർത്തിയായ ലക്ഷ്മണൻ പെരിഞ്ചേരിയിലുമാണെന്നാണ് കരുതപ്പെടുന്നത്. അലങ്കാര പൂജ, നിറമാല, ചുറ്റുവിളക്ക്, മഞ്ഞപ്പട്ട് സമർപ്പണം, നെയ്വിളക്ക്, പുഷ്പാഞ്ജലി എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ.
സാധാരണയായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 3 മണി മുതൽ രാത്രി 9:30 വരെയും ക്ഷേത്രനട തുറന്നിരിക്കും. ഇത് പായം മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ വൃത്താകാരത്തിലാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തകർന്നടിഞ്ഞു പോയ ക്ഷേത്രം പുനരുദ്ധാരണവും പ്രതിഷ്ഠയും നടത്തിയ ശേഷമാണ് നാലമ്പല ദർശനം സാധ്യമായത്. ഒരു കൈയിൽ സുദർശന ചക്രം അല്പം ഉയർത്തി യുദ്ധം ജയിച്ചു വന്ന രാജകീയ ഭാവത്തിലുള്ള പ്രതിഷ്ഠയാണുള്ളത്. മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമാണ് ശത്രുഘ്നൻ എന്നാണ് സങ്കല്പം. ചക്ര സമർപ്പണമാണ് ഇവിടുത്തെ വിശേഷ വഴിപാട്. പ്രധാന വഴിപാട് ഭക്തർക്ക് സമർപ്പിക്കുന്ന വഴിപാടാണ് ചക്ര സമർപ്പണ വഴിപാട്. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രന്റെ അംശാവതാരമാണ് ശത്രുഘ്ന ചക്രം. അതുകൊണ്ട് തന്നെ ചക്ര സമർപ്പണമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. വഴിപാട് നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങളുടെ അരികിലേക്ക് ക്ഷേത്രം വഴിയിറങ്ങുന്ന ചക്ര സമർപ്പണത്തെ കുറിച്ച് പ്രദക്ഷിണ വഴി വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്. വായിച്ച് മനസ്സിലാക്കപ്പെട്ട ചക്ര സമർപ്പണം വളരെ ക്ഷമാപൂർവ്വം രാമനാമത്തോടുകൂടി സമർപ്പിക്കും. ആരംഭ ദർശനത്തിന്റെ ഭാഗമായി ശ്രീരാമ ഭാരത ലക്ഷ്മണ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ശത്രുഘ്ന ഭഗവാനെ ദർശിക്കാനായി പായത്തിൽ മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രത്തിൽ എത്തിക്കേണ്ട മുഴുവൻ ഭക്തജനങ്ങളിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ സ്വാഗത നമസ്കാരം. പായത്തിൽ മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ചക്ര സമർപ്പണമാണ്. മഹാവിഷ്ണുവിന്റെ ചക്രത്തിന്റെ സുദർശന ചക്രത്തിന്റെ അംശാവതാരമാണ് ശത്രുഘ്ന ഭഗവാൻ. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ പ്രധാന വഴിപാട് ചക്ര സമർപ്പണമാണ്. ഭക്തരുടെ ഭഗവാന്റെ തിരുമണ കയറി തൃപ്പടിയിൽ സമർപ്പിക്കുന്ന വഴിപാടാണ് ചക്ര സമർപ്പണ വഴിപാട്. ഭക്തർ വളരെ ആദരപൂർവ്വം ക്ഷമാപൂർവ്വം നടത്തേണ്ട വഴിപാടാണ് ചക്ര സമർപ്പണ വഴിപാട്. വഴിപാട് നടത്തേണ്ട വിധങ്ങളെ കുറിച്ച് പ്രദക്ഷിണ വഴി വളരെ വിശദമായി എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ച് ഭഗവാന്റെ തിരുനട കയറി തൃപ്പടിയിൽ ഭക്തർക്ക് ചക്രം സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്.